ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇട്ട എൻ്റെ മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഞാൻ നന്ദി പറയും. ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള ജോസിയ. ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം ഇന്ന് ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ മുൻപ് ചെറുപ്പത്തിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അവഗണന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പരിഗണനയും അവിടെ കിട്ടിയില്ല. മനസ്സിലായോ? എന്നെ അടുത്തറിയാവുന്ന ഫ്രണ്ട്സിന് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് പണ്ടത്തെ ഫോട്ടോ ഇട്ടിട്ട് നമുക്ക് തരുമ്പോൾ നമ്മൾക്ക് എത്രത്തോളം വേദന അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത്, ഇന്നലെ ഒരു മേക്ക് ഓവറിൽ വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു വിജയമാണ്. ഞാൻ അതിൽ പ്രൗഡായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക. അതായത് ഞാൻ വഴി നിങ്ങളിലേക്ക് എത്തിക്കുക. എന്താണ് എൻ്റെ ലൈഫ്? ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഓൾറെഡി മേക്കപ്പായി, ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഫേസ് വാഷ് ഇട്ട് എൻ്റെ ഫേസ് ഒന്ന് കഴുകി, ഒരു സിറം യൂസ് ചെയ്തു. പിന്നെ സൺക്രീം, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സൺക്രീം ഉപയോഗിക്കണം. ഇപ്പം ലേറ്റ് ആയാലും പുറത്തു പോയാലും സണ്ണാണ് അടിക്കുന്നത്, വെളിച്ചമാണ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഗുണങ്ങളേ ഉണ്ടാവുള്ളൂ, ദോഷമൊന്നും ഉണ്ടാവും. ടാനൊക്കെ പോവും. അപ്പം അത് നല്ലതാണ്. അപ്പം ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ ഈ കുവൈറ്റിൽ വന്നപ്പോൾ എല്ലാ സംഭവവും യൂസ് ചെയ്തു. അന്നൊക്കെ എനിക്ക് ഫെയർനെസ് കിട്ടിയായിരുന്നു, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഇതിൻ്റെയൊക്കെ അതിലുള്ള അടങ്ങിയിരിക്കുന്ന ആ കണ്ടൻറ്റ്, അതെന്താണെന്ന് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്, സ്കിന്നിന് കുറച്ച് ഡാമേജ് ഒക്കെ വരാനും പ്രശ്നങ്ങളൊക്കെയുള്ള, നമ്മുടെ കിഡ്നിയിലൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോഡക്ട്സുകളെ ഞാൻ ഒന്നൊന്നായി ബാക്കിലേക്ക് വലിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ആകെ ലിപ്സ്റ്റിക് മാത്രമേ എൻ്റെ ചുണ്ടിൽ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ കുറച്ച് മേക്ക് ഓവർ ചെയ്യണമുണ്ടോ, മേക്കപ്പ് ചെയ്യണമുണ്ടോ പ്രശ്നമില്ല. പക്ഷെ അത് നമ്മൾ വിത്തിൻ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. പണ്ട് നമ്മൾ വാഷൊക്കെ ചെയ്തിരുന്നത് സോപ്പൊക്കെ വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ ഫേസ് വാഷ് വെച്ച് യൂസ് ചെയ്യുന്നു. സോപ്പ് നമ്മുടെ ശരീരത്തിൽ അധികം അപ്ലൈ ചെയ്യാൻ പാടില്ല. ആൽക്കലി കൂടുതലുള്ളതാണ് സോപ്പിൽ. അപ്പം അതുകൊണ്ട് സോപ്പ് നമ്മളധികം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓരോ കണ്ടൻറ്റും നമ്മൾ എടുക്കുമ്പോൾ, അതായത് ഓരോ പ്രോഡക്റ്റ്സും നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഗുണങ്ങൾ എന്താണെന്ന് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ പണ്ട് ഉപയോഗിച്ച സാധനങ്ങളാണ് ഈ മാർക്കറ്റിൽ അവൈലബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ ചർമ്മത്തിൽ യൂസ് ചെയ്യുന്നത് സോപ്പ് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്, നീ എന്താ മാറാത്തെ, മറ്റേ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്ത, ബോഡി ലോഷൻ, ക്രീംസ് അതൊന്നും യൂസ് ചെയ്യാത്ത എന്താണെന്ന്. ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ ഉപയോഗിക്കുന്നത് വാസലിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് നമ്മുടെ സെൻസ് ഉപയോഗിക്കുക, കോമൺ സെൻസ് ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നമുക്ക് സ്കിൻ കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. സ്കിന്നിൽ കൂടുതൽ അപ്ലൈ ചെയ്തിട്ടും നമുക്കൊന്നും കിട്ടാനില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ റെമഡീസൊക്കെ യൂസ് ചെയ്യണം, നല്ലതാണ്. മഞ്ഞൾ ഇട്ട്, പിന്നെ കളബന്ധം, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫ്രൂട്ട്സ് ഇട്ട് ഒന്ന് കുറച്ച് നേരം മസാജ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഡ്രൈ സ്കിന്നുള്ളവർക്ക് കേട്ടോ, ഡ്രൈ സ്കിന്ന് കൂടുതലും നമ്മൾ ഈ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസറുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിനധികം ചൊറിച്ചിൽ, റാഷസ് അങ്ങനെയൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ബ്യൂട്ടി ടിപ്സ്. പിന്നെ കൂടുതൽ വെള്ളം കുടിക്കുക. വെള്ളം ശരീരത്തിൽ ആവശ്യമായ ഒരു ഘടകമാണ്. അത്യാവശ്യമായുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ അവൈലബിലിറ്റി എല്ലാവർക്കും അത് കഴിക്കണം ഇത് കഴിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് അവൈലബിലിറ്റി
അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുപോകുന്ന ഒരു കാര്യങ്ങൾ. കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുക മനസ്സിനെ. അതായത് ബാഹ്യമായ ഭംഗിയിൽ കൂടുതൽ ആന്തരികമായ ഭംഗിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മനസ്സിന് ഭംഗി ഉണ്ടാവുമ്പോൾ അതിന് നല്ല ഒരു തിളക്കം മുഖത്തും പ്രകടമാകുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ബ്യൂട്ടി കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യേണ്ടതാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കാണും വരേക്കും ബൈ ബൈ.